ഇതാ മുകളിലുള്ളത് ഇത് ആട്രിയം ആണ്. ഓക്കെ, അതേപോലെ ഇതാ ആട്രിയം, ഇടതും വലതും ആട്രിയം, ഇത് ഇടത് ഇത് വലത്. ചിത്രം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇവിടെ നമ്മൾ ബയോളജി ആണെന്ന്. ബയോളജിയിൽ ആദ്യം നമ്മൾ ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള പോയിന്റുകളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ഓർപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ മനുഷ്യഹൃദയം അല്ലെ, മനുഷ്യഹൃദയത്തിന് എത്ര അറകളാണ്? 4 അറകളാണ് അല്ലെ. മുകളിലത്തെ അറകളാണ് ആട്രിയം അല്ലെ, 2 ആട്രിയങ്ങളും എബവ് ആട്രിയം അല്ലെ. പിന്നെ താഴെയുള്ളത് എന്താണ്? 2 വെൻട്രിക്കിൾസ് ആണ്. എന്താണ്? വെൻട്രിക്കിളുകൾ. ഓക്കെ, അപ്പം ആദ്യം പണ്ട് കാലത്ത് ഓറിക്കിൾസ് ആൻഡ് വെൻട്രിക്കിൾസ് എന്നായിരുന്നു പറയുക. ഇപ്പൊ നമ്മൾ ആട്രിയം, ആട്രിയങ്ങൾ. ഓക്കെ, 2 ആട്രിയം, മുകളില് 2 ആട്രിയം, വലത് ആട്രിയവും ഇടത് ആട്രിയവും. അതേപോലെ താഴെ 2 വെൻട്രിക്കിളുകൾ. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇടത് വെൻട്രിക്കിളും, റൈറ്റ് വെൻട്രിക്കിൾ വലത് വെൻട്രിക്കിളും. അപ്പം ആട്രിയവും വെൻട്രിക്കിളുകളും. ഓക്കെ, മുകളിലത്തത് എബവ് അറ ആട്രിയം, ദെൻ താഴെയുള്ളത് വെൻട്രിക്കിളുമാണ്. ഓക്കെ, അറിയാം മനുഷ്യഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 4 ആണ്. ദെൻ മുകളിലത്തെ 2 അറകളാണ് എന്ത്? ആട്രിയങ്ങൾ. ദെൻ ഹൃദയത്തിന്റെ താഴത്തെ അറകളാണ് എന്ത്? വെൻട്രിക്കിളുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ചിത്രം. നിങ്ങൾ കണ്ടില്ലേ? അതാ മുകളിലുള്ളത് ഇത് ആട്രിയം ആണ്. ഓക്കെ, അതേപോലെ ഇതാ ആട്രിയം, ഇടതും വലതും ആട്രിയം, ഇത് ഇടത് ഇത് വലത്. ചിത്രം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇടത് ആട്രിയം വലത് ആട്രിയം. അതേപോലെ തന്നെ ഇതാ ഇടത് വെൻട്രിക്കിൾ വലത് വെൻട്രിക്കിൾ. ഓക്കെ, യെസ്. അപ്പം ഇവിടെ പലപ്പോഴും പലരും തെറ്റിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. നോക്കിയാൽ നിങ്ങൾ, ബൈക്കസ്പിഡ് വാൽവും ട്രൈക്കസ്പിഡ് വാൽവും. ബൈക്കസ്പിഡ്, ഓക്കെ, നമ്മൾ ബൈ എന്ന് പറയുമ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എന്നുള്ളതാണ്. ഈ കസ്പിഡ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പോയിന്റ് എന്നുള്ളതാണ്. ആ വാൽവിലുള്ള പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിൽ ബൈക്കസ്പിഡ് ട്രൈക്കസ്പിഡ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ ചോദ്യം വരുന്നതാണ്, ഏതൊക്കെ തമ്മിൽ വേർതിരിക്കുന്നതാണ് ഈ വാൽവ് എന്നുള്ളതാണ്. ഓക്കെ, ബൈക്കസ്പിഡ് വാൽവിന്റെ മറ്റൊരു പേരാണ് മിത്രൽ വാൽവ് എന്ന് പറയും. ഓക്കെ, ബൈക്കസ്പിഡ് വാൽവ് അഥവാ മിത്രൽ വാൽവ്. അപ്പൊ ബൈ എന്ന് പറയുമ്പോൾ ഭരണം എന്നങ്ങ് ഓർമ്മിക്കുക. ഭരിക്കുന്നത് ആരാ? ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഭരിക്കുന്ന ആരാ? ഇടതുപക്ഷമല്ലേ. അപ്പം ഇടത് ആട്രിയവും ഇടത് വെൻട്രിക്കിളും തമ്മിൽ വേർതിരിക്കുന്നതാണ് എന്ത്? ബൈക്കസ്പിഡ് വാൽവ് അഥവാ മിത്രൽ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇടത് ആട്രിയം, ഓക്കെ, ഇടത് ഭാഗത്ത് മുകളിലുള്ളത് ഇടത് ആട്രിയം, ഇടത് വെൻട്രിക്കിൾ, അവയെ തമ്മിൽ വേർതിരിക്കുന്ന വാൽവാണ്, അവയ്ക്കിടയിലുള്ള വാൽവാണ് എന്ത്? ബൈക്കസ്പിഡ് വാൽവ് അഥവാ മിത്രൽ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ട്രൈക്കസ്പിഡ് വാൽവ്. ഓക്കെ, ഭരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വലതുപക്ഷമാണ് അല്ലെ. കേരളത്തിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വീണ്ടും 2 തവണ ഇപ്പോൾ ഇടതുപക്ഷം കൊണ്ടുപോയി 3-ാം തവണയെങ്കിലും കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമാണ് ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് ഓർമ്മിച്ചോ. അത് വലതുപക്ഷം. വലത് ആട്രിയവും വലത് വെൻട്രിക്കിളും തമ്മിലുള്ളതാണ്. വലത് ആട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണെന്ത്? ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. എന്താണ്? ട്രൈക്കസ്പിഡ് വാൽവ്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ആ കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവുന്നതാണ്, തെറ്റിക്കരുത്. അപ്പൊ ഇടതു ഭാഗത്തുള്ളത് ബൈക്കസ്പിഡ് വാൽവും വലതു ഭാഗത്തുള്ളത് ട്രൈക്കസ്പിഡ് വാൽവും. അത് ഓക്കെ ആയിരിക്കും. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഇടതും വലതും തന്നെ അവർ തന്നെ ചിലപ്പോൾ അങ്ങ് തിരിച്ചു കളയും. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് ആട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിലുള്ളതാണ് ബൈക്കസ്പിഡ് വാൽവ്. അതൊക്കെ ചിലപ്പോൾ ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന ചോദിക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് വേണമെങ്കിൽ ഇടത് ആട്രിയവും വലത് വെൻട്രിക്കിളും തമ്മിലുള്ള നമുക്ക് പറഞ്ഞു കളയാം. അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ്. അപ്പം ഇടത്തുള്ള ആട്രിയവും വെൻട്രിക്കിളും തമ്മിലുള്ളതാണ് ബൈക്കസ്പിഡ് വാൽവ് അഥവാ മിത്രൽ വാൽവ്. വലത്തുള്ള ആട്രിയവും വെൻട്രിക്കിളും തമ്മിലുള്ളതാണ് എന്ത്? അതിനിടയിലുള്ളതാണ് എന്ത്? ട്രൈക്കസ്പിഡ് വാൽവ്. അപ്പോൾ ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, ഇടത് ആട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ളത് ബൈക്കസ്പിഡ് വാൽവും അഥവാ മിട്രൽ വാൽവ് എന്ന് പറയും. ദെൻ വലത് ആട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലുള്ളത് എന്തുവാണ്? ട്രൈക്കസ്പിഡ് വാൽവാണ്. പലരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്, ഓർപ്പിച്ചല്ലോ. ഇനി ഇവിടെ പലരും മറ്റൊരു കൺഫ്യൂഷൻ ആണ് ഹൃദയത്തിന്റെ അറകൾ. മനുഷ്യ ഹൃദയത്തിന് എന്താണ്? 4 അറകളുണ്ടെന്ന് നമുക്കറിയാം. 2 ആട്രിയവും 2 വെൻട്രിക്കിളും. അങ്ങനെ 4 അറകൾ മനുഷ്യ ഹൃദയത്തിനുണ്ട്. മറ്റ് ജീവികളുടെ ഹൃദയത്തിന്റെ അറകളുമായി ബന്ധപ്പെട്ട് പരീക്ഷ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അത് SCERT-യിലുള്ള പോയിന്റ്സുകൾ കൂടാതെ ഞാൻ അതിന്റെ കൂടെ അഡീഷണൽ കൂടെ ചേർത്തിട്ടുണ്ട്. SCERT-യിലുള്ള ചിലപ്പോൾ ആകെ 4 പോയിന്റ് മാത്രം പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ പൂർണ്ണമാവില്ല, കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാലും വേറെയും പല ചോദ്യങ്ങൾ പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. മത്സ്യഹൃദയത്തിന്, മത്സ്യം എന്ന് പറയുമ്പോൾ പിസീസ് അല്ലെ, പിസിക്കൾച്ചർ, ശാസ്ത്രീയ മത്സ്യകൃഷി.
ഓക്കെ, അപ്പം ഫിഷിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മത്സ്യം എന്നറിയാം, ഫിഷസ് അല്ലെ, അതിൽ വിഭാഗത്തിൽ വരുന്നതാണ് മത്സ്യങ്ങൾ അഥവാ ഫിഷസ്. അപ്പൊ മത്സ്യങ്ങളുടെ ഹൃദയത്തിന്റെ അറകൾ എത്ര മാത്രമാണ്? 2 അറകളാണ്. 2 അറകൾ മാത്രമാണ് ആർക്കുള്ളത്? മത്സ്യം. മത്സ്യം 2 അക്ഷരമേ ഉള്ളൂ, 2 അറയും മാത്രം. ഓക്കെ, യെസ്. അപ്പൊ ഫിഷ് എന്ന് എഴുതി കളണ്ട, മത്സ്യം എന്ന് എഴുതണേ. അപ്പൊ മത്സ്യം, മീൻ എന്നൊക്കെ എഴുതിയാൽ 2 അക്ഷരമേ ഉള്ളൂ, അപ്പൊ 2 അറകൾ. ഓക്കെ, യെസ്. ഇനി തവള. തവള 3 അക്ഷരം അല്ലേ? അപ്പൊ തവളയുടെ ഹൃദയത്തിന്റെ അറകൾ എത്രയാണ്? 3 സ്ഥിരം ചോദ്യമാണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. തവള എന്താണ്? ഒരു ഉഭയജീവിയാണ് അല്ലെ? ഉഭയജീവികൾക്കൊക്കെ എത്രയാണ്? 3. ഉഭയജീവികളുടെ ഹൃദയത്തിന്റെ അറകൾ പൊതുവെ എത്രയാണ്? 3 അറകളാണ്. ഉഭയജീവികളുടെയും ഉരഗങ്ങളുടെയും ഹൃദയത്തിന്റെ അറകൾ എത്രയാണ്? 3 അറകളാണ്. ഉഭയജീവികൾ അഥവാ ആംഫീബിയൻസ് എന്ന് പറയും, ഉരഗങ്ങൾ അഥവാ റെപ്റ്റൈൽസ് എന്ന് പറയും. ഈ 2 വിഭാഗത്തിന്റെയും ഹൃദയത്തിന്റെ അറകൾ എത്ര? 3. അവിടെ എടുത്തു ചോദിക്കുന്ന ആളാണ് തവള, ഉഭയജീവിയല്ലേ? ഹൃദയത്തിന്റെ അറകൾ 3. ദെൻ റെപ്റ്റൈൽസ് അഥവാ ഉരഗങ്ങളിൽ വരുന്നതാണ് പാമ്പുകള്, പല്ലി. പല്ലി SCRT പ്രത്യേകം കൊടുത്തിരിക്കുന്നതാണ്. പല്ലി എത്രയാണ്? 3. അപ്പൊ പാമ്പുകള്, പല്ലികള്, ഇതിന്റെയൊക്കെ ഹൃദയത്തിന്റെ അറകൾ എത്രയാണ്? 3. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന സംഗതിയുണ്ട്. റെപ്റ്റൈൽസ് അഥവാ ഉരഗങ്ങളുടെ ഹൃദയത്തിന്റെ അറകൾ 3. എന്നാൽ ഉരഗങ്ങളുടെ വിഭാഗത്തിൽ വരുന്ന ആളാണ് മുതല. എന്നാൽ മുതലയുടെ ഹൃദയത്തിന്റെ അറകൾ എത്രയാണ്? 4. വ്യക്തമായ വിഭജനം ഇല്ലെങ്കിലും 4 അറകളാണ് മുതലയുടെ ഹൃദയത്തിന്. പൊതുവെ റെപ്റ്റൈൽസ് അഥവാ ഉരഗങ്ങൾ 3 അറകളാണെങ്കിൽ മുതലയ്ക്ക് എത്ര അറയുണ്ടെന്ന് ഓർമ്മിച്ച് വെക്കുക? 4 അറകളുണ്ട് എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചാൽ മതി. അത് ഒരു കൺഫ്യൂസിങ് ആയതുകൊണ്ട് പലതവണ പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. കാരണം പൊതുവെ റെപ്റ്റൈൽസ് 3 ആണല്ലോ, അതുകൊണ്ട് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. മുതലയുടെ ഹൃദയത്തിന്റെ അറകൾ 4. ഓർത്ത് വെച്ചൂടെ? യെസ്. ഇനി നമ്മൾക്ക് 4 അല്ലേ? നമ്മൾ മനുഷ്യൻ അല്ലേ? സസ്തനി വിഭാഗത്തിൽ വരുന്നല്ലേ? യെസ്. അപ്പം മനുഷ്യനടക്കമുള്ള സസ്തനികൾ 4, പക്ഷികൾ 4, പക്ഷികൾ. ഓക്കെ, 4 അക്ഷരം അല്ലേ? യെസ്. അപ്പൊ പക്ഷികൾ എത്ര? 4. മനുഷ്യനടക്കമുള്ള സസ്തനികൾ 4. പിന്നെ പൊതുവെ 3 ഉള്ള റെപ്റ്റൈൽസിൽ ആര്? മുതല 4. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെ എത്രയാണ്? 4 അറകളുള്ള ജീവികളാണ്. ഹൃദയത്തിന്റെ അറകൾ 4. ദെൻ പാറ്റ. ഓക്കെ, യെസ്. പാറ്റയുടെ ഹൃദയത്തിന്റെ അറകൾ എത്രയാണ്? 13. പാറ്റയുടെ ഹൃദയത്തിന്റെ അറകള് 13. ഇതൊക്കെ ഹൃദയത്തിന്റെ അറകളുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിൽ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയുക? നമ്മള് കാർഡിയോളജി എന്ന് പറയും. എന്താണ് കാർഡിയോളജി? ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ് പെരികാർഡിയം. കാർഡിയോ എന്ന് കേൾക്കുമ്പോൾ ഹൃദയമായിട്ട് കണക്ട് ചെയ്യും. കാർഡിയോളജി, പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണത്തെയാണെന്ന് പറയുക നമ്മള് പെരികാർഡിയം എന്ന് പറയും. അപ്പൊ ഇത്രയും പോയിന്റ്സ് അവിടെ ഓർമ്മിക്കുക. ദെൻ 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ, 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ, ഇത് രണ്ടും കോശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ചാപ്റ്ററുകളാണ്. അവിടെ കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ഉണ്ട്. ആ പോയിന്റ്സുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, യെസ്. നോക്കിയേ, നിങ്ങൾക്കറിയാം ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും റോബർട്ട് ഹുക്ക് ആണ് അല്ലെ? കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. എന്താണ് സൈറ്റോളജി? സെല്ലുകളെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി. സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? റോബർട്ട് ഹുക്ക്. കാരണം ആദ്യമായി സെൽസ് നിരീക്ഷിച്ചയാളാണ്. കോർക്ക് സെൽസ് ആണ് അദ്ദേഹം നിരീക്ഷിച്ചത് കേട്ടോ. ഓക്കെ, അപ്പം ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആര് എന്ന് ചോദിച്ചാലും, കോശശാസ്ത്രത്തിന്റെ സൈറ്റോളജിയുടെ പിതാവ് ആര് എന്ന് ചോദിച്ചാലും റോബർട്ട് ഹുക്ക് ആണ്. ഇദ്ദേഹം 1665 17ാം നൂറ്റാണ്ടിൽ 1665 ആദ്യമായി കോശങ്ങളെ നിരീക്ഷിക്കുന്നത്. അത് കോർക്സ് സെല്ലാണ്, കോർക്കിന്റെ സെല്ലാണ് ആദ്യമായി നിരീക്ഷിച്ചത്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, സസ്യമല്ല ജന്തുവല്ല. അതുകൊണ്ടാണ് ആ ചോദ്യം അങ്ങനെ കാണുന്നത്. സസ്യകോശം അല്ലെ കണ്ടെത്തിയത് ആര് ചോദിക്കാറുണ്ട്. അതായത് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആര്? MJ ശ്രീഡൻ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആര്? തിയഡോർ ഷ്വാൻ അല്ലെ? അപ്പൊ പിന്നെ ഈ റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ച എന്ത് കോശാന്നൊക്കെ പലർക്കും മനസ്സിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ആദ്യം പറഞ്ഞത്. കോർക്ക് സെല്ലുകളാണ്. കോർക്ക് സെല്ലുകളാണ് ആര് കണ്ടുപിടിച്ചത്? റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചത്. ഓക്കെ, 1665 വർഷം. ഇതൊരു ടേബിൾ SCRT കൊടുത്തിട്ടുണ്ട്, അവിടെ ഈ വർഷങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വർഷങ്ങളൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണത് കേട്ടോ. യെസ്. ഇനി കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണെങ്കിൽ കോശ കേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്, കോശത്തിന്റെ കേന്ദ്രം അഥവാ കോശത്തിന്റെ ന്യൂക്ലിയസ് അഥവാ കോശമർമ്മം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. 1831
1731. അപ്പം കോശകേന്ദ്രം കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് ബ്രൗൺ ആണ്. മറ്റത് റോബർട്ട് ഹുക്ക് ആണ്. ഇതാരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. കോശകേന്ദ്രത്തിന് എന്താ വിളിക്കുക? ന്യൂക്ലിയസ്. ആ പേര് നൽകിയതും ആര് തന്നെയാണ്? റോബർട്ട് ബ്രൗൺ ആണ്. അപ്പൊ കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് അഥവാ മർമ്മം, ഓക്കെ, കോശമർമ്മം കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ബ്രൗൺ ആണ്. ആ പേര് നൽകിയതും റോബർട്ട് ബ്രൗൺ ആണ്. ഓക്കെ, ദെൻ സസ്യകോശവും ജന്തുകോശവും അല്ലേ. അപ്പം സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ആളാണ് MJ സ്ലീഡൻ. 1838. തൊട്ടടുത്ത വർഷം തിയഡോർ ഷ്വാൻ എന്ത് കണ്ടെത്തി? ജന്തു ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അപ്പൊ ഇത് രണ്ടടുത്തെടുത്ത് ഓർമ്മിക്കുക. 1838 ആദ്യം സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡൻ. സസ്യശരീരം, സ്ലീഡൻ, സ്ലീ. ഓക്കെ, അപ്പോൾ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് സ്ലീഡൻ, MJ സ്ലീഡൻ 1838. ദെൻ അടുത്ത വർഷം ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയഡോർ ഷ്വാൻ. ആരാണ്? തിയഡോർ ഷ്വാൻ ആണ്. 1839 തൊട്ടടുത്ത വർഷം. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നതാണ് എന്ത്? കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും കൂടിയാണ് എന്ത്? കോശ സിദ്ധാന്തം അവതരിപ്പിച്ചത്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ MJ സ്ലീഡനും തിയഡോർ ഷ്വാനുമാണ്. MJ സ്ലീഡൻ ആൻഡ് തിയഡോർ ഷ്വാൻ ഇവർ ചേർന്ന് അവതരിപ്പിച്ചതാണ് കോശ സിദ്ധാന്തം. ഒന്നുമില്ല, എന്താണ്? ജന്തുശരീരം, സസ്യശരീരം ഇതെല്ലാം കോശങ്ങളാൽ നിർമ്മിതമാണ്. അതാണ് ഈ കോശ സിദ്ധാന്തത്തിലെ പ്രധാന കാര്യം എന്ന് തന്നെ പറയുന്നത്. അതിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പ് ഈ ഒരാളെയും കൂടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഈ വർഷവും 38, 39 പഠിച്ചല്ലോ. സസ്യശരീരം, ജന്തുശരീരം. ഓക്കെ, സ്ലീഡൻ, ഷ്വാൻ. അതേപോലെ 1858 എന്ത് കണ്ടുപിടിച്ചു? വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. ഒരു പോയിന്റ് ആയിട്ട് വേണേൽ ഓർമ്മിക്കുക. അല്ലെങ്കിൽ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചതിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ആര് മനസ്സിലാക്കി? റുഡോൾഫ് വിർഷോ മനസ്സിലാക്കി. ആരാണ്? റുഡോൾഫ് വിർഷോ. ഇദ്ദേഹമാണ് കേട്ടോ പാത്തോളജിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണിത്. പാത്തോളജി, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. പാത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? റുഡോൾഫ് വിർഷോയാണ്. ഇദ്ദേഹം 1858 എന്ത് ചെയ്തു? വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് കാര്യം മനസ്സിലാക്കി? യെസ്, ഒരു കോശത്തിൽ നിന്നാണ് പുതിയ കോശം ഉണ്ടാകുന്നത്. യെസ്, അതാര് മനസ്സിലാക്കി? റുഡോൾഫ് വിർഷോ 1858. ഓക്കെ, യെസ്. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞതാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? യെസ്, MJ സ്ലീഡൻ ആൻഡ് തിയഡോർ ഷ്വാൻ ആണ്. ദെൻ എന്താണ് കോശ സിദ്ധാന്തം? എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. സസ്യങ്ങളുടേതായാലും ജന്തുക്കളുടേതായാലും അല്ലെ, എല്ലാ ജീവശരീരവും എന്താൽ നിർമ്മിതമാണ്? യെസ്, കോശനിർമ്മിതമാണ് എന്നുള്ളതാണ് കോശ സിദ്ധാന്തത്തിലെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്, ഫസ്റ്റ് സിദ്ധാന്തം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സിദ്ധാന്തം എന്താണ്? കോശ സിദ്ധാന്തത്തിൽ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്താണ്? ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണെന്ത്? കോശങ്ങൾ. ഓരോ ജീവികളുടെയും അതിൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് എന്ത്? കോശങ്ങൾ. ഇത് രണ്ടും ചേർന്നതാണ് കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കൂടെ മൂന്നാമത്തെ കാര്യം കൂടെ വന്നില്ലേ നമ്മളെ റുഡോൾഫ് വിർഷോന്റെ? അദ്ദേഹം ഇതൊന്ന് പരിഷ്കരിച്ചു. അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തത്തോടു കൂടി കോശ സിദ്ധാന്തം ഒന്നുകൂടി പരിഷ്കരിക്കപ്പെട്ടു. അദ്ദേഹം ആ കോശ സിദ്ധാന്തം ഒന്നുകൂടെ പരിഷ്കരിച്ചു എന്നുള്ളതാണ് സത്യം. ഓക്കെ, 1858 അദ്ദേഹം എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? യെസ്, നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള കണ്ടെത്തി. ആ കാര്യം കൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ കോശ സിദ്ധാന്തത്തിലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ആ പോയിന്റ്സുകൾ ഓർമ്മിച്ചു വെക്കാം. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം, അതായത് കോശത്തിന്റെ കേന്ദ്രം. ഓക്കെ, കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം അല്ലെങ്കിൽ കോശത്തിന്റെ കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? കോശമർമ്മം അഥവാ ന്യൂക്ലിയസ് ആണ്. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ? കോശമർമ്മം അഥവാ ന്യൂക്ലിയസ് ആണ് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം. ഇനി നോക്കിയേ, കോശത്തിലെ ഊർജ നിലയം ഏറ്റവും കൂടുതൽ തവണ ചോദ്യം അത് മൈറ്റോകോൺട്രിയോൺ അല്ലെ? മൈറ്റോകോൺട്രിയ അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയ, സിംഗുലർ പ്ലൂറൽ, അത്രയേ ഉള്ളൂ. മൈറ്റോകോൺട്രിയ. ഓക്കെ, കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് ഊർജത്തിന്റെ ഉൽപാദനവും അല്ലെ വിതരണവും സംഭരണവും ഒക്കെ നടക്കപ്പെടുന്നത് കൊണ്ട് എന്ത് പേരിൽ അറിയപ്പെടുന്നു? കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? മൈറ്റോകോൺട്രിയ ആണ്. ഏതാണ്? മൈറ്റോകോൺട്രിയ. ദെൻ കോശത്തിനുള്ളിലെ സഞ്ചാരപാത,
കോശത്തിനുള്ളിലെ സഞ്ചാരപാത, പദാർത്ഥ സംവഹനത്തിന്റെ സഞ്ചാരപാത അല്ലെ. കോശാസ്ഥികൂടം ആ ആകൃതിയും ദൃഢതയും ഒക്കെ നൽകുന്നത് കൊണ്ട് കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. ആരാ അറിയപ്പെടുന്നത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശത്തിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം സഞ്ചാരപാത, റെട്ടിക്കുലം റോഡ് എന്നൊക്കെ ഓർമ്മിക്കുക, സഞ്ചാരപാത. ഓക്കെ, കോശാസ്ഥികൂടം. ഓക്കെ, കോശാസ്ഥികൂടം എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ് കോശാസ്ഥികൂടം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം, പ്രോട്ടീൻ അഥവാ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാണ്? റൈബോസോമുകളാണ്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റൈബോസോമുകളാണ്. ദെൻ കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ, സൂയിസൈഡൽ ബാഗ്സ്. കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ അഥവാ സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത് ലൈസോസോമുകളാണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, ലൈസോസൈം അല്ല, അത് എൻസൈം അഥവാ രാസാഗ്നിയാണ്. ഇത് ലൈസോസോം അല്ലെ. ലൈസോസൈം എന്നെന്താ? കണ്ണുനീരിലടങ്ങിയ എൻസൈം. ഉമിനീരിൽ ചെറിയ അളവിലുണ്ട്. ഉമിനീരിൽ വേറെ പ്രധാന എൻസൈം ടൈലിനും സലൈവറി അമിലേസ് ഒക്കെയാണ്. ഉമിനീരിലും എന്തുണ്ട്? ഈ പറയുന്ന ലൈസോസൈം ഉണ്ട്. കണ്ണുനീരിലടങ്ങിയ പ്രധാന എൻസൈമാണ് ഏത്? ലൈസോസൈം. ഇത് ലൈസോസോം എന്താണ്? കോശാംഗമാണ്, കോശഭാഗമാണ്. കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടും. കാരണം കോശത്തിലെത്തുന്ന അന്യവസ്തുക്കളെ, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് കൊണ്ട്. ഫാഗോസൈറ്റോസിസ് അല്ലെ, ഫാഗോസൈറ്റോസിസ് എന്നാണ് ആ പ്രവർത്തനത്തിന് പറയുക. കോശങ്ങളിലെത്തുന്ന അന്യവസ്തുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ഫാഗോസൈറ്റോസിസ്. ഈ ഫാഗോസൈറ്റോസിസിന് സഹായിക്കുന്ന ആളുകളാണ് ഇവർ. അതുകൊണ്ട് കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ആര്? ലൈസോസോമുകൾ. ദെൻ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാണ്? റൈബോസോമുകളാണെന്നും ഓർത്തു വെക്കുക. അപ്പോൾ ആ ഒരു കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് പഠിച്ചത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ പ്രകാശ സംശ്ലേഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ അറിയാത്തതുണ്ടാവും. അതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ്. ഒന്ന്, നിങ്ങൾ വർണ്ണവസ്തുക്കൾ അല്ലേ, ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയും. ക്രോമോപ്ലാസ്റ്റ് അഥവാ വർണ്ണകങ്ങൾ അല്ലെങ്കിൽ വർണ്ണവസ്തുക്കൾ എന്ന് പറയും. സസ്യങ്ങളുടെ ഇലകൾക്കും പൂക്കൾക്കൊക്കെ നിറം കൊടുക്കുന്ന, പലതരം നിറം കൊടുക്കുന്ന പദാർത്ഥങ്ങൾ, അതാണെന്ത്? ക്രോമോപ്ലാസ്റ്റുകൾ അഥവാ വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാസ്റ്റിഡുകൾ, കോമൺ ആയിട്ട് പ്ലാസ്റ്റിഡുകൾ എന്ന് പറയും. അതിൽ ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്, പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് അല്ലെ. ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിലാണ് ക്ലോറോഫിൽ അഥവാ ഹരിതകം കാണപ്പെടുന്നത്. ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് ഹരിതകണം, ക്ലോറോഫിൽ ഹരിതകം. ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണത്തിലാണ് ഹരിതകം കാണപ്പെടുന്നത്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് അതൊരു തരം പ്ലാസ്റ്റിഡുകളാണ്. മറ്റൊരു തരം പ്ലാസ്റ്റിഡുകളാണ് ക്രോമോപ്ലാസ്റ്റുകൾ, വർണ്ണകങ്ങളാണ്. ഇവയാണ് പലതിനും നിറം കൊടുക്കുന്നത്, ക്രോമോപ്ലാസ്റ്റുകൾ. മറ്റൊന്നാണ് ല്യൂക്കോപ്ലാസ്റ്റുകൾ. ല്യൂക്കോ മീൻസ് വെള്ള എന്നുള്ളതല്ലേ, നിറമില്ലായ്മ അല്ലെങ്കിൽ വെളുത്ത നിറത്തിന് കാരണം അല്ലെങ്കിൽ നിറമില്ലായ്മയ്ക്ക് കാരണം, അതാണ് ല്യൂക്കോപ്ലാസ്റ്റുകൾ. ഇതൊക്കെ പ്ലാസ്റ്റിഡുകൾ എന്നുള്ള വിഭാഗത്തിൽ വരുന്നതാണ്, പ്ലാസ്റ്റിഡുകളാണ്. ഓക്കെ, യെസ്. ഏതൊക്കെയാ പ്ലാസ്റ്റിഡുകൾ? ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം, പിന്നെ ക്രോമോപ്ലാസ്റ്റ് അഥവാ വർണ്ണകണം, പിന്നെ ല്യൂക്കോപ്ലാസ്റ്റ് അഥവാ ശ്വേതകണം. ല്യൂക്കോപ്ലാസ്റ്റ് അഥവാ ശ്വേതകണം. ഇത് ഓരോന്നും കൊടുക്കുന്ന നിറങ്ങൾ നോക്കാം നമുക്ക്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിലെ ക്ലോറോഫിൽ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ് പച്ച നിറം. പക്ഷെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പലരും പെട്ടുപോകാറുണ്ട്. ക്ലോറോഫിൽ 2 ടൈപ്സ് അല്ലെ, ഹരിതകം എയും. ക്ലോറോഫിൽ ഹരിതകം എയും ഉണ്ട്, ഹരിതകം ബിയും ഉണ്ട്. അത് മാറിപ്പോകരുത്. ഹരിതകം എ നീല കലർന്ന പച്ചയാണ്, ഹരിതകം ബി എന്താണ്? മഞ്ഞ കലർന്ന പച്ചയാണ്. ഓക്കെ, ഹരിതകം എ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നീലി ഓർമ്മ വരുമല്ലോടോ. ഞാൻ ഈ പറഞ്ഞു വേറെ എന്താന്ന് വിചാരിക്കേണ്ട, അറിയാലോ. ഓക്കെ, യെസ്. അപ്പം ഹരിതകം എ എന്താണ്? നീല കലർന്ന പച്ചയാണ്. ഹരിതകം ബി മഞ്ഞ കലർന്ന പച്ചയുമാണ്. ക്ലിയർ അല്ലേ? യെസ്. ദെനി സാന്തോഫിൽ, ഇത് രണ്ടും എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണത്തിലെ ക്ലോറോഫിൽ അഥവാ ഹരിതകം. രണ്ടെണ്ണം, ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും. ഇനി മറ്റ് വർണ്ണവസ്തുക്കൾ, അതായത്
ക്രോമോപ്ലാസ്റ്റുകൾ. ക്രോമോ എന്ന് കേൾക്കുമ്പോൾ തന്നെ വർണ്ണം എന്നുള്ളതാണ്. വർണ്ണകണങ്ങൾ. മറ്റു വർണ്ണകണങ്ങളാണ് സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. ഇതൊക്കെ എന്താണ്? മറ്റ് ക്രോമോപ്ലാസ്റ്റുകളിൽ വരുന്നതാണ്. അപ്പോൾ സാന്തോഫിൽ എല്ലാവർക്കും അറിയാം, മഞ്ഞ നിറം. ഇലകൾക്കും പൂക്കൾക്കും മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഏത്? സാന്തോഫിൽ. സാന്തോഫിലിന്റെ മറ്റൊരു പേരാണ് ഫില്ലോസാന്തിൻ. ഇങ്ങനെ കണ്ടിട്ട് ഏതാണ്ടായി പോറതെ. സാന്തോഫിൽ എന്നുള്ള തിരിച്ചിങ്ങോട്ടേക്ക് വായിക്കുക, അത്രയേ ഉള്ളൂ. ഫില്ലോസാന്തിൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പലരും ഉത്തരം എഴുതാറുണ്ടാവില്ല. അപ്പം സാന്തോഫിൽ അഥവാ ഫില്ലോസാന്തിൻ ഇലകൾക്കും പൂക്കൾക്കും മഞ്ഞ നിറം നൽകുന്ന വർണ്ണകണമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ. ദെൻ കരോട്ടിൻ. ക്യാരറ്റിൽ അടങ്ങിയ വർണ്ണവസ്തു ഏത്? കരോട്ടിൻ എല്ലാവരും പഠിച്ചു വെക്കുന്ന ആ നിറം ഓർമ്മിച്ചാൽ മതി. ക്യാരറ്റിന്റെ ആ ഒരു നിറം ഓർമ്മിക്കുക. ഒരു മഞ്ഞ കലർന്ന ഓറഞ്ചാണ്. മഞ്ഞ കലർന്ന ഓറഞ്ച്. ഇങ്ങനെയൊക്കെ വരുന്നവരാണ് പ്രശ്നമാവുക. കാരണം ഓറഞ്ച് തന്നെ പലതരത്തിൽ കൊടുക്കുകയാണ് പെട്ടില്ലേ. അപ്പം മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. ഓക്കെ, മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ് ആര് നൽകുന്നത്? കരോട്ടിൻ നൽകുന്നത്. ക്യാരറ്റിലെ വർണ്ണവസ്തു ഏതാണ്? കരോട്ടിനാണ്. അപ്പോൾ ഒരു വർണ്ണകണം ആണ്. അടുത്തത് മറ്റൊരു പ്രധാന വർണ്ണകണമാണ് ആന്തോസയാനിൻ. ആന്തോസയാനിൻ. ആന്തോണീൻ്റെ അനിയൻ എന്ന് ഓർമ്മിച്ചാൽ, ആന്തോണീൻ്റെ അനിയൻ ഊതിയാൽ നീല ചുവപ്പാകുമോ എന്നുള്ള. ഊതിയാൽ നീല ചുവപ്പാകുമോ? ഊത നിറം, നീല നിറം, ചുവപ്പ് നിറം. നമ്മൾ ആസിഡ് നമ്മൾ പഠിച്ചില്ലേ, നീലയെ ചുവപ്പാക്കുന്നത് ആസിഡുകൾ പഠിച്ചിട്ടില്ലേ? അതേപോലെ ഊതി ചുവപ്പാക്കുന്നതാണ് ഇയാൾ. ഓക്കെ, അപ്പം ആന്തോസയാനിൻ ഏതൊക്കെ നിറം? ഊത നിറം, നീല നിറം, ചുവപ്പ് നിറം. നീല നിറം, ചുവപ്പ് നിറം. ഇലകൾക്കും പൂക്കൾക്കൊക്കെ നീല നിറം, ചുവപ്പ് നിറം, ഊത നിറം അല്ലെങ്കിൽ പർപ്പിൾ കളർ എന്ന് പറയും. ഊത നിറം അഥവാ പർപ്പിൾ കളർ. ഊത നിറം അഥവാ പർപ്പിൾ കളർ, ചുവപ്പ്, നീല. ഇതൊക്കെ ആരാണ്? ആന്തോസയാനിൻ എന്നുള്ള വർണ്ണവസ്തുവാണെന്ന് ഓർത്തു വെക്കുക. ദെൻ അടുത്തത് പ്രത്യേക നിറമില്ലാത്ത ജൈവകണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രത്യേക നിറമില്ലാത്ത പ്ലാസ്റ്റിഡുകളിൽ വരുന്നതാണ്. പ്ലാസ്റ്റിഡുകൾ അഥവാ ജൈവകണങ്ങൾ 3 തരം. ക്ലോറോപ്ലാസ്റ്റുകൾ, ഹരിതകണം. ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം. ക്രോമോപ്ലാസ്റ്റുകൾ അഥവാ വർണ്ണകണം. മൂന്നാമത്തതാണ് എന്ത്? ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ്. ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ്. നിറമില്ലാത്ത, പ്രത്യേക നിറമില്ലാത്ത പ്ലാസ്റ്റിഡുകളാണ്, ജൈവകണങ്ങളാണ് എന്ത്? ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ്. ല്യൂക്കോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വൈറ്റ് ആണ് ഓർമ്മിക്കുക. ല്യൂക്കോസൈറ്റ് വെളുത്ത രക്താണു, ശ്വേതരക്താണു. പഠിച്ചല്ലേ? വെളുത്ത രക്താണു. ശ്വേതം വെളുപ്പ് എന്നുള്ള അർത്ഥമാണ്. അപ്പം നിറമില്ലാത്ത അല്ലെങ്കിൽ വെളുത്ത എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതേണ്ടതാണ് ശ്വേതകണമാണ്. ശരിക്കും നിറമില്ലാത്ത എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചില ഇതിനൊക്കെ നിറമില്ലായ്മ, അതിനാണല്ലോ വെളുപ്പ്. അപ്പം ആ രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഏരിയകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ. ഏരിയകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.